എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനും എൻ്റെ കുടുംബവുമായിട്ട് പച്ചക്കറി തോട്ടത്തിലാണ്. അതിൻ്റെ വിളവെടുപ്പും ഈ പച്ചക്കറി തോട്ടത്തിൽ ഒരുപാട് ഇലകളൊക്കെ വീഴുന്നുണ്ട്. അതെല്ലാം തൂത്ത് വാരി, അതുമാത്രമല്ല ഇപ്പം എടുത്തു വച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗ്രോ ബാഗുകൾ നമ്മുടെ ചുവന്നുള്ളി, അതായത് സവാള ഉള്ളി നട്ടിരിക്കുകയാണ്. ഇനി അത് ഏകദേശം 2 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേന് ചെറുതായിട്ട് വളർന്നു വരും. അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ടെല്ലാം തൂത്ത് വൃത്തിയാക്കി ഒന്നുകൂടെ ക്രമപ്പെടുത്തിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കൊണ്ടുവന്ന ഈ വണ്ടി ഞാനിവിടെ ചെയ്യിപ്പിച്ചതാണ് വെൽഡറെ കൊണ്ട്. കാര്യം നമുക്ക് ഇവിടെ ഞങ്ങളുടെ വീട്ടിലിരിക്കുന്ന വലിയ വലിയ പ്ലാന്റുകൾ വെച്ചിരിക്കുന്ന, ഉദാഹരണം മാവായാലും വലിയ ഫ്രൂട്ട്സ് പ്ലാന്റുകളായാലും വെച്ചിരിക്കുന്ന വലിയ ചെടിച്ചട്ടികളുണ്ട്. ഈ ചെടിച്ചട്ടികൾ നമുക്ക് കൈകൊണ്ട് 2-3 പേർക്ക് പിടിച്ചു മാറ്റാൻ പറ്റത്തില്ല. അതിനെക്കാട്ടി ഇത് താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെ പതുക്കെ ഒന്ന് ഞെരക്കി കയറ്റി അനായാസം ഇത് നമുക്ക് ഏത് വലിയ പ്ലാന്റും ചെടിച്ചട്ടിയോടുകൂടി എവിടെ വേണമെങ്കിലും മാറ്റാൻ പറ്റും. അതിനു വേണ്ടിയാണ് ഇത് ചെയ്യിപ്പിച്ചത്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കുറേ പ്രയോജനങ്ങളുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ വലിയ ചെടിച്ചട്ടിയൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ നടുവും പോവും, പിന്നെ അത് മാത്രമല്ല ചെടിച്ചട്ടിയും പൊട്ടും. കാര്യം അത്രയും മണ്ണും വളവും നിറച്ച ചട്ടികളാണ്. ഈ കാണുന്ന ചെറുതല്ല, വലിയ പ്ലാന്റുകളൊക്കെ വെച്ചിരിക്കുന്നതുണ്ട്. അതുകൊണ്ടാണ് ഇത് ചെയ്യിപ്പിച്ചത്. ഇത് നിങ്ങൾക്കൊക്കെ ചെയ്യിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഏത് സാധനവും നമുക്കിങ്ങനെ താഴോട്ട് വെച്ചിട്ട് പതുക്കെ അങ്ങോട്ട് സ്ലിപ്പ് ചെയ്ത് കയറ്റി എടുത്തുകൊണ്ട് പോകാം സുഖമായിട്ട്. ഇനി ഈ പച്ചക്കറി തോട്ടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒഴിവ് സമയങ്ങളിൽ കിട്ടുന്ന കുറച്ച് സമയങ്ങൾ നമ്മൾ ചിലവഴിച്ചാണ് ഇതിങ്ങനെ ആക്കിയിരിക്കുന്നത്. അപ്പം രാവിലെ ഞങ്ങൾ നടന്നിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 1 മണിക്കൂർ ഇവിടെ ചിലവാക്കും. ചെടിക്ക് വെള്ളം ഒഴുക്കും മറ്റ് കാര്യങ്ങളൊക്കെ. ആ സമയങ്ങളിൽ ചെയ്ത ഈ മുളകായാലും മറ്റ് കൃഷികളായാലും ഇതെല്ലാം ചെയ്ത് നമ്മളിതിനകത്തുനിന്ന് പിന്നെ കിട്ടുന്ന ഫലം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. ആ ഒഴിവ് സമയങ്ങളിൽ 1 മണിക്കൂർ ചിലവാക്കുന്നത് പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരുവിധപ്പെട്ട എല്ലാ, തക്കാളി ആയാലും ബീൻസ് ആയാലും പിന്നെ ഇത് ചീരകളായാലും പച്ചമുളകായാലും അങ്ങനെ എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ 1 മണിക്കൂർ, ചില ദിവസങ്ങളിൽ അതും വെള്ളം ഒഴിക്കത്തത് മാത്രമേ ഉള്ളൂ. ആ സമയങ്ങളിൽ ചിലവാക്കിയതിൻ്റെ വലിയൊരു പ്രതിഫലമാണ് നമ്മൾ ഇപ്പം നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇത് നമ്മൾ ഈ വിളഞ്ഞു നിൽക്കുന്ന പച്ചക്കറിയിലെ തക്കാളി ആയാലും പച്ചമുളകായാലും ഇതിനെല്ലാം നമ്മൾ എടുക്കുന്നത്. അത് നിങ്ങൾക്കും ആകാവുന്നതേ ഉള്ളൂ. കിട്ടുന്ന ഒഴിവ് സമയങ്ങളിൽ നമ്മൾ വിചാരിച്ചാൽ നടക്കാത്ത ഒരു കാര്യങ്ങളുമില്ല. ഇപ്പം തന്നെ ഇപ്പോൾ എൻ്റെ മക്കൾ എൻ്റെ കൂടെ നിൽക്കുന്നതുണ്ടോ, അതേപോലെ നിങ്ങളുടെയൊക്കെ മക്കളെ കൂടെ നിർത്തി ചെയ്യിപ്പിക്കുക. അന്നേരം അവർക്ക് ഇത് ഏറ്റവും വലിയൊരു പ്രചോദനമായിരിക്കും. അവരുടെ മക്കളെ ഇതൊക്കെ പഠിപ്പിക്കും. ഇത് കത്രിക്കയാണ് നമ്മൾ വെട്ടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. കത്രിക്ക യഥാർത്ഥത്തിൽ നമ്മുടെ ഉപയോഗത്തെക്കാട്ടി കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുക.
പല ടൈപ്പുണ്ട്. കാന്താരിയുണ്ട്, സാധാ പച്ചമുളകുണ്ട്, പിന്നെ എരിവ് കൂടിയ ടൈപ്പുണ്ട്, പിന്നെ ബജിമുളകുണ്ട്. അപ്പം അതുമെല്ലാം നമ്മൾ ഇത് തൈ മേടിച്ച് നട്ടതാണ്. ഞാൻ ഈ പച്ചമുളകൊക്കെ തൈ മേടിച്ച് നട്ടതാണ്. അതൊരു 3 രൂപ കൊടുക്കുമ്പം തൈ കിട്ടും. അത് വാങ്ങി വെച്ചതാണ് ഇതൊക്കെ. തക്കാളി നേരത്തെ വിളവെടുക്കാതെ നിന്ന് കുറേയൊക്കെ ചീത്തയായി പോയി. ഇപ്പം പലതും അതുകൊണ്ട് അതിൻ്റെ മൂട്ടിൽ തന്നെ ഇട്ടത്. ഇനി അവിടെ കിടന്ന് കിളിച്ച് വരും. തക്കാളി നമ്മൾ ഇപ്പം ഇന്ന് വിളവെടുത്ത് കഴിഞ്ഞാൽ ഒരു 5 ദിവസം കഴിയുമ്പോൾ വീണ്ടും വിളവെടുക്കാൻ പറ്റും. അത്രയും തക്കാളികൾ നിൽപ്പുണ്ട്.